തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കുട്ടികളെ അണിനിരത്തി ഫുട്ബോൾ നിർമ്മാണവും ഗ്രീൻ ബജറ്റ് പ്രകാശനവും നടന്നു. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം സംസ്ഥാനത്തെ ഡെഡ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. തലസ്ഥാനത്തെ കാർബൺ രഹിതമാക്കാനും കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുമുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഗ്രീൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനൊപ്പം 6000-ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച് 4 ലക്ഷം വിത്തുപന്തുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിഷയങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടുന്നതിന് പുതിയ തലമുറയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. 2050-ൽ ഡെഡ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയെന്നതാണ് ലക്ഷ്യമെന്ന് ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചു. ഓരോ പ്രവർത്തനവും എത്രമാത്രം കാർബൺ ബഹിർഗമനം പരിമിതപ്പെടുത്താൻ സാധിക്കും, അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഗ്രീൻ ബജറ്റിലൂടെ വ്യക്തമാകുന്നതാണ്. പ്രകൃതിയോട് അടുത്തിടപഴകുന്നതിനും നല്ലൊരു നാളേക്കായി കുട്ടികൾക്കും പരിശ്രമിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ടെന്ന് അധ്യാപകരും കൂട്ടിച്ചേർത്തു. ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല, ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സീഡ് നടേണ്ടത്, ഇത് അറിയില്ല. അപ്പം അവർക്കൊരു പാഠവും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ്. അത് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഭയങ്കര രസമായിട്ട് തോന്നുന്നതുകൊണ്ട് അവരത് വീട്ടിൽ പോയി ചെന്ന് കാണിക്കും. പ്രകൃതി സംരക്ഷണത്തിന്റെ മൂല്യം മനസ്സിലാക്കി തങ്ങളാലാവും വിധം പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുരുന്നുകൾ. ഇത് ആദ്യമായിട്ടാണ് ചെയ്യണത്, പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നല്ല രസമുണ്ട്. എക്കോസിസ്റ്റം ബാലൻസ് ആക്കണമല്ലോ. ഇപ്പൊ ഉണ്ടാക്കുന്ന പൊല്യൂഷനൊക്കെ കുറയ്ക്കാൻ മരങ്ങൾ നടാനുള്ളതേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്നത്. അവധി ദിവസം കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചതിലും 1000-ഓളം കുട്ടികൾ പങ്കാളികളായെന്ന് സംഘാടകർ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ് പരിപാടി. ഭാവിയിലേക്കുള്ള തണലൊരുക്കുകയാണ് ഇവരുടെ കൊച്ചുകരങ്ങൾ. അങ്ങനെ വരുന്ന തലമുറയെ പ്രകൃതിയെ സ്നേഹിക്കാനും അതിനെ സംരക്ഷിക്കാനും പഠിപ്പിക്കുകയാണ് ഇത്തരം പദ്ധതികളിലൂടെ. ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലപ്പാറയ്ക്ക് ഇന്ദുലേഖ രേണു,